السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമ്മപ്പെങ്ങന്മാരെ, പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഞങ്ങളുടെ മുന്നിൽ ബറോഗു കൊറിയ നാല് മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഈ തിങ്കളുടെ നമുക്ക് എത്തുമാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ റമളാൻ്റെ ഓരോ നാളുങ്ങ റമളാൻ്റെ ദിനചരി എങ്ങനെ ಬೇಣು ಚೆಲ್ಲದರ ಬಗ್ಗೆ ഒരു ചെറിയ രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കരാം. ഒരു ക്ലാസ്സിൽ മാത്രമല്ല 3-4 ക്ലാസ്സിലായിട്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയ നിങ്ങളൊട്ടിಗೆ ನಾನು പൽക്കവരെ ഉദ്ദേശിക്കരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ ചെന്നെങ്കിൽ ധാരാളം അല്ലാഹുരോ കൂലി പുണ്യ കിട്ടുമ്പോഴത്തോ പരിശുദ്ധമായിട്ടുള്ള തിങ്കളായിട്ടിക്കറും. റമളാൻ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് റബ്ബറ് മുട്ട ധാരാളം നന്മരോ സമ്പാദന ആക്കുക സാധ്യമാവും. ഞങ്ങളെ കൽബ് ശുദ്ധിയാവൻ, ഞങ്ങളെ ആത്മാവ് അത് വെളിച്ചത്തിലാവൻ, ഞങ്ങളെ ജീവനത്തിൽ വന്നുപോയോ എല്ലാ ദോഷത്തോ ഞങ്ങൾ കൽകി ശുദ്ധിയാക്കും. ദോഷത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടും ശുദ്ധമായ നിലക്ക് ഈ വർഷത്തോ റമളാൻ്റെ ഞങ്ങൾ തീർക്കും. അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മുന്നോട്ട് എന്തു നീട്ടാൻ്റെ വിഷയത്തിൽ ഞാൻ കടന്നോണ്ടില്ല. ഞങ്ങൾ ഒരു നാളത്തോ ദിനചരി തുടങ്ങറോ സുബയിൽ പിന്നെ ഇട്ടിക്കറോ. ഇൻഷാ അല്ലാഹ് സുബയിൽ പിന്നെ ഞങ്ങൾ ആക്കനായ കുറേ വിഷയ ഞാൻ നിങ്ങളെ പൽക്ക വരേ. സുബഹിക്ക് 5:15 ബാങ്ക് കൊടുക്കുറുണ്ടായെങ്കിൽ ഒരു തെല്ല് ಬೇಗ എണിക്കുക. 4:30 എണിച്ചുണ്ടായെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് കുറേ മുഖ്യമായിട്ടുള്ള കാര്യം ആക്കുകൊണ്ടു ഞങ്ങൾ എണിക്കുമ്പമേ ബൽത്ത ഭാഗത്തേക്ക് ചെറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൽ ബഅസ് വൻ നുശൂർ ചെല്ലോ ദിക്ർ ചെന്നിട്ട് അവിടെ ഞങ്ങൾ യൂസാക്കിയിട്ടിന്നോ ഒല്ലിങ്ങ പ്യാക്കറ ബെഡ്ഷീറ്റ് ഇന്നെങ്കിൽ അതപ്പമേ മടക്കി വെച്ചിട്ട് നല്ല ഉന്മേഷത്തിൽ ഞങ്ങൾ എണിക്കണം. മുസ്ലിമീങ്ങളായ ഞങ്ങളെ പ്രതി ഒരു ചലനവലന അത് ഇബാദത്തായിട്ടിക്കറും. ഇബാദത്ര കൂലി ഞങ്ങൾക്ക് കിട്ടറും. അപ്പോൾ സുബൈ എഞ്ചിട്ട് ഞങ്ങളെ പ്രാത്തവിധി കർമ്മ നിർവഹിക്കുകയിട്ട് ഞങ്ങൾ പോണ്ട ടോയ്ലറ്റ് പോകുമ്പോൾ അവിടെ ചൊമ്മ സുന്നത്തുറോ ഞങ്ങൾക്ക് അള്ളാഹുറോ ഭാഗത്തിൽ കൂലിയായിട്ട് സമ്പാദന ആക്കുക അവകാശമുണ്ട്. ടോയ്ലറ്റ് പോകുമ്പോൾ ഇടത്ത കാൽ വെച്ചിട്ട് പോകണ്ടോ, ചെരുപ്പ് ധരിച്ചിട്ട് പോകണ്ടോ, തലമറിച്ചിട്ട് പോകേണ്ട സന്ദർഭത്തിൽ ചെല്ലുകല്ലോ ദിക്റുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിസ്. അത് ചെന്നു പോകണ്ടോ. ടോയ്ലറ്റിൽ ദയിക്കുമ്പോൾ ഇടത്ത ഭാഗത്തേക്ക് തെല്ല അവലംബിച്ചിട്ട് ദയിക്കറും. ഇതെല്ലാം സുന്നത്തായ കാര്യമായിട്ടിക്കറും. ടോയ്ലറ്റ് പറയുമ്പോൾ അതേപോലെ ബൽത്ത കാൽ വെച്ചിട്ട് വണ്ടോ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി ചെല്ലോ അവർ ഹംദ് ചെല്ലുറോ. ഇതെല്ലാം ഞങ്ങൾ ആക്കിയോണ്ടായെങ്കിൽ ഒരാൾ ടോയ്ലറ്റിക്ക് വർക്ക പോകുമ്പോൾ അവിടെ 10-36 തോല സുന്നത്തുറോ സമ്പാദന ആക്കുക സാധ്യമാവിടും. പരിശുദ്ധമായിട്ടുള്ള റമളാനിൽ ഞങ്ങാക്കുമ്പോഴത്തെ ഒരു സുന്നത്ത ഇബാദത്തുക്ക് അള്ളാഹു ബാക്കിയുള്ള തിങ്കളിൽ ഞങ്ങ ആക്കുറോ ഫർദുറ കൂലി തണ്ടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പടിപാട്ടിയർ. അതുകൊണ്ട് ഞങ്ങൾ എത്ര നല്ലത് ആക്കുക സാധ്യമാവുക ഞങ്ങൾ നല്ലത് ആക്കണം. ഉളു എടുക്കുമ്പോൾ അതേപോലെ ഒട്രാസി അർദ്ധം പറത ഉളു ആക്കിയിട്ട് പറയാട്ടെ പൂർണ്ണമായിട്ടുള്ള കാമിലായിട്ടുള്ള ഉളു ആ നിലക്ക് ഞങ്ങളെ ഉളു ആവണം. കൈ കൽകുമ്പോൾ മുട്ടുറ ഭാഗത്ത് തന്നി തട്ടുമാട്ടണം. മൂത്രഭാഗത്ത് ഫുള്ള് തന്നി എട്ടണം. മൂത്രോ എല്ലാ ഭാഗത്തും തന്നി തട്ടണം. അല്ലെങ്കിൽ ഉളുവേ സ്വയ്യാവില്ല. സുബൈക്ക് ബ്രഷാക്കുന്ന സന്ദർഭത്തിൽ കുറേ സുന്നത്തും കൊണ്ട് ബിസ്മില്ലറോ തേക്കുമ്പോൾ ഫസ്റ്റിಗೆ ಬಲ್ತ ಭಾಗത്ത് തേക്കറോ ಬಲ್ತ ಭಾಗತ್ತೋ ಮೇಲ್ತ ಪಲ್ಲಿರೋ ಆ ಮೇಲ್ತ ಪಲ್ಲಿರೋ ಉಲ್ಗಾ ಪರത്ത് അതേപോലെ കീഴ്ത്ത ഭാഗത്തോ ഉൽഗ പറുത്ത് പിന്നെ ഇടത്ത സൈഡ് മേൽഭാഗ ഇടത്ത സൈഡ് കീഴ്ഭാഗ പല്ലിൽ ഇങ്ങനെ അഡത്തിൽ തിക്കറോ നാവുൽ ഉദ്ദത്ത് തീക്കറോ ഇതെല്ലാം സുന്നത്തായ കാര്യമായിട്ടിക്കർ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പാലനാക്കിയിട്ട് ഉദു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുആർക്ക് സുന്നത്തുണ്ട് ഹദീസിൽ വന്നത്. ആ ദുആ എല്ലാം ഞങ്ങൾ നിർവഹിച്ചിട്ട് സീത ഞങ്ങൾ നിസ്കാരത്തെ മുസല്ല എടുത്തിട്ട് ഒരു 2 റക്അത്തെങ്കിലും ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കാരമായിട്ട് നിർവഹിക്കണം. ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാര അത് മുഅ്മിൻ്റെ ഒരു ലക്ഷണമായിട്ടിക്കർ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാട്ട് ഒരായത്ത് വിശദീകരിക്കുന്നതായിട്ട് കാണുക സാധ്യമാവും. അതിൽ എന്നെങ്കിൽ അള്ളാഹുർ അടിമമാർ അള്ളാഹുർ ആൽമാർ അങ്ക് ഇക്കനായ ഒരു സ്വഭാവ സൂറത്തുൽ ഫുർഖാൻ്റെ ലാസ്റ്റ് കുറേ ആയത്തിൽ അള്ളാഹുറ യഥാർത്ഥ അടിമങ്ങു ഇക്കനായ 12 ലക്ഷണത്തെ അല്ലാഹു തആല എടുത്തിയെന്നർ. അതിൽ രണ്ടാമതായിട്ട് ചെന്ന വിഷയം
അള്ളാഹുറോ യഥാർത്ഥ ആൽമാർ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അങ്ങ് ജാവ് ടൈം സുജൂദാക്കിയിട്ടും ഖിയാമുലൈറ്റും നിസ്കാരത്തിലായിട്ടും റബ്ബുറ സ്മരിക്കുവാറിട്ടായിട്ട് കയറി ഖുർആൻ ചൊന്നോ. അപ്പം നമുക്ക് ജാവ് ഇടീ ഇബാദത്തെടുക്കുന്ന ആളെ കൊണ്ട് ആവില്ലല്ലേ, ജാവ് ഇടീ വർക്ക് വിട്ടിട്ടോ നിസ്കരിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമാവില്ല. അതുകൊണ്ട് മിനിമം 2 റക്അത്തെങ്കിലും മഹാനായോ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിന് ചൊല്ലത് കാണ്ട് മൻ സ്വല്ല റക്അത്തൈനി ഔ അക്സർ, ആരെങ്കിലും 2 റക്അത്ത് മിനിമം അല്ലെങ്കിൽ അതിനായിട്ട് യാറ അള്ളാഹു കയറ്റി നിസ്കരിച്ചോണ്ടായെങ്കിൽ ഫഖദ് ബാത്തലില്ലാഹി സാജിദം വ ഖായിമ, പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ചെന്തല്ലേ അള്ളാഹു കയറ്റി ജാവ് ടൈം വ്യയ ആക്കിറങ്ങ, ആ കൂട്ടത്തിൽ എനിക്ക് ഒരു അവകാശം കിട്ടിയിട്ട് മഹാനായോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ചെന്ന പല കയറ്റിക്കർ. അപ്പോൾ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് പിന്നെ അത്താല തിന്നത് പോണ്ടോ. അത്താല തിന്നറതും ഒരു വലിയ ഇബാദത്തായിട്ടിക്കർ. മനസ്സിലൊരു നിയത്തിക്കർ നാനിതാ അത്താല തിന്നത് പോണ്ടേണ്ട്. അത്താല തിന്നോണു കുറേ ആൾമാർക്ക് ബയറ് നണ്ടോ നൊറൊടിയുണ്ടോ നക്ക് ಬೇನುಂಟಿಲ್ಲ അങ്ങനത്തെ ഒരു പലക്കുണ്ടു. നക്ക് തിണ്ടില്ലെങ്കിൽ ആവರು നാലക്ക് നോപ്പിടിക്കെന്തു നക്ക് ತೊಂದರಾವಲ್ಲ അങ്ങനെ ചൊല്ലകു തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നർ തസഹറു, നിങ്ങൾ അത്താല തിന്നോൻ ഫഇന്ന ഫിസ്സുഹൂരി ബർക, അത്താലത്തിൽ ബർക്കത്തുണ്ട്. ബയർ നൊറൊടിയുണ്ട് തിന്നോകു ആവില്ലാണ്ടെങ്കിൽ ഒരു കൊരടി ഒരു 3 ഈത്തപ്പലെങ്കിലും തിന്നുക, അല്ലെങ്കിൽ ഒരു 3 കുട്ടു തന്നെങ്കിലും കുടിക്കുക, സുന്നത്തുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയോ ഒരു കാര്യമായിട്ട് കയറി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്താല തിന്നോൻ. അത്താല തിന്നറതും ഞങ്ങൾ ചൊമ്മ ಬೇಗമേ ആക്കോ തീറ. 3 ಗಂಟೆಗೆ എഞ്ചിട്ട് 2 ಗಂಟೆ എഞ്ചിട്ട് അത്താല ತಿಂದಿಟ್ಟು പിന്നെ ഉറങ്ങുറോ ಅಥವಾ ಬ್ಯಾರೆಂದು ಸೊರಾಕರೋ അതത്ര സമത്വ ക്രമല്ല. അത്താല തിന്നിട്ട് പിന്നെ ബാങ്കിക്ക് ഒരു 1/4 ಗಂಟೆರೋ ഗ്യാപ്പ് മാത്രമേ ഇന്നമെയ്യാവൂ. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെല്ലത് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താലെല്ലാം ഉണ്ടിട്ടു പിന്നെ നിസ്കാരത്ത് പറയുമ്പോൾ ഈ ബാങ്ക് കൊടുക്കുന്നതും അഥവാ സുബൈയുടെ ടൈം ആവുന്നതും അത്താലത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരമിക്കുന്നത് ಅದರ ನಡುவில் ഒരു 50 ആയത്തോ ഒരു ഗ്യാപ്പിക്കൂ. 50 ആയത്ത് ഓതുക എത്ര നേരം വേണം അത്ര ഗ്യാപ്പിക്കും. ഒരു 1/4 ಗಂಟೆമ അത്ര ഞങ്ങൾക്കൊന്ന് കണക്ക് കൂട്ടുക. അപ്പം അങ്ങനെ അത്താല തിന്നറത് അത് പ്രത്യേകമായിട്ടും സുന്നത്തുണ്ടോ. പിന്നെ ജാവുകു കുലി ഫറലായിട്ടിന്നങ്ങ കുലിക്കോകു നിർബന്ധമായിട്ടുള്ള അങ്ങ് സുബൈ ബാങ്കാവറ മുന്നോലെ കുലിക്കരുത് അത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട്. കാരണം നോമ്പുറോ ആരംഭ സമ്പൂർണമായിട്ടുള്ള ശുദ്ധിയോട് കൂടെ ആവനും ചെല്ല ഉദ്ദേശത്തില്. അതേപോലെ അത്താലത്തെ ടൈമിൽ നല്ല സുഗന്ധ വർഷറത് സുന്നത്തുണ്ട്. റമദാന്റെ പോൽമന സുഗന്ധ ಅಥವಾ ಸೆಂಟ್ ಸ್ಪ್ರೇ ಅತ್ತರಿಟ್ಟದು ಕರಾಹತ್ತೈಟಿಕ್ಕರು, ಸುರುಮ ಇಟ್ಟದು ಕರಾಹತ್ತೈಟಿಕ್ಕರು ആയെങ്കില അത്താലത്തിൽ എണിച്ചിട്ട് നല്ല സുഗന്ധ ഇട്ടത് അത് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട്. അപ്പം ഞങ്ങൾ അത്താലല്ല തിണ്ടിട്ട് തിന്നാൽ പിന്നെ ഒരു 1/4 ಗಂಟೆ ടൈം ഇന്നെങ്കിൽ പിന്നെ സുബഹി ബാങ്കറോ പ്രതീക്ഷിച്ചോണ്ട് കുറേ ഇസ്തിഗ്ഫാർ ചൊല്ലുവന്നങ്ങ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം റബ്ബൊരൊട്ടിಗೆ മാഫിಗೆ ಹಾಕುವ. എത്ര ദോഷ ಹಾಕಿರನಂಗ, എത്ര തപ്പ് ഞങ്ങളെ ഭാഗത്തിൽ വന്നത് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുള്ള തിങ്കളായിട്ടിക്കറ് റമദാൻ ഷരീഫ് ഇസ്തിഗ്ഫാർ ചൊല്ലറോ അല്ലെങ്കിൽ റബ്ബുറയിൽ ദുആ ഇരിക്കറോ. ആ ടൈമിൽ ഞങ്ങൾ ആക്കുമ്പോഴത്തെ ദുആക്ക് വലിയ മഹത്വമുണ്ട്, ഉത്തരം കിട്ടറ്. അപ്പോൾ ഞങ്ങൾ തീരെത്തര പരിശുദ്ധമായിട്ടുള്ള ദുആ ഞങ്ങൾ നടത്തുക പ്രയത്നാക്കണം. അതേപോലെ അള്ളാഹുര കലാമായ ഖുർആൻ ഷരീഫ്, ആ ഖുർആൻ ഷരീഫറോ വാർഷികമായിട്ടിക്കറ് ഈ റമദാൻ തിങ്കൾ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ സ്പഷ്ടമായിട്ട് ഞങ്ങളെ ചെന്തന്നറും ഖുർആൻ അവതീർണമായ തിങ്കൾ റമദാൻ തിങ്കൾ ചെന്നിട്ട്. അപ്പോൾ ഖുർആൻ തീരെത്ര ഓതുള്ള പ്ലാൻ ഇപ്പമേ ഞങ്ങൾ റെഡിയാക്കണം. റമദാൻ്റെ നണ്ടോ ഓരോ നാളത്തോ ദിനചരി നണ്ടോ ಪ್ರತಿಯೊರು ಚಲನವಲನ ಎങ്ങനെ ಬೇನುಂಟು ಇಪ್ಪಮ್ಮೆ ಅವರು ಪ್ರೀ ಪ್ಲ್ಯಾನ್ ಹಾಕೊಂಡು ನಂಗೆ ಅವತ್ತುಲೆಂದಿಗಳು ದಾವತ್ತಿಂದೆಂಗೆ ನಂಗೆ ಎತ್ತರೆಲ್ಲ ಸಿದ್ಧತೆ ಹಾಕರ, ಎತ್ತರೆಲ್ಲ ತಯಾರಿ ಹಾಕರ, ಮೋಲ್ಡ ಮಂಗಿಲ ಪುಲ್ಲಿರ ಮಂಗಿಲ ಪೆಂಗಮಾರ ಮಂಗಿಲ ಎತ್ತರ ಗಂಭೀರಮಾയിട്ട് ನಂಗೆ ಎಲ್ಲ ಸಿದ್ಧತೆ ಫಸ್ಟಿಗೆ ರೆಡಿ ಹಾಕಿಟ್ಟಲ್ಲೇ ಹಾಕರು. ഞങ്ങളെ മുന്നോലു വർഷത്തിക്ക് വർക്ക ಬಂಡ ಅತಿಥಿ ಅದು ഞങ്ങളെ ದೋಷತ್ತೋ ശുദ്ധിയാക്കുള്ളൂ, ഞങ്ങളെ സ്ഥാനമാന കൂട്ടുകൊള്ളോ ഒരു അതിഥി ആയിട്ടിക്കರು. അതിഥി പറയുമ്പോൾ എങ്ങനെ ഈ റമദാൻ്റെ ഞങ്ങൾ കൊണ്ടാടണം, ഈ റമദാനിൽ നണ്ട് ಪ್ರತಿಯೊರು ಆಗು ಹೋಗು എങ്ങനെ ഇക്കണു ഫസ്റ്റ് ഒരു ഞങ്ങൾ തീരുമാനിക്കണം. ഇതേപോലെ നാണ് ജീവിക്കര പ്രവർത്തിക്കര ചെല്ലൊരു ദൃഢ പ്രതിജ്ഞ എടുക്കും. ഞങ്ങളെ കൊണ്ട് തീർറേ ആർ ചെന്ന് തീരില്ല, പ്രയത്നാക്കുക. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കനിഷ്ഠ ഒരു ഖത്മെങ്കിലും റമദാനിൽ ഞങ്ങൾ ഓതി തീർക്കണം.
റമദാൻ വന്നു പോകുമ്പോൾ ഒരു ഖത്തം പോലും തീർക്കാത്തങ്ങുള്ളാറ് വലിയ പരാജയമായിട്ട് കയറും. ധാരാളം ഖത്തം ഓതരങ്ങുള്ളാറ് നണ്ട ഈ ഒരു സദസ്സിൽ 2 ഖത്തം 3 ഖത്തം 4 ഖത്തം എല്ലാം ഓതരങ്ങ. അള്ളാഹു നമുക്ക് ബർക്കത്താകട്ടത് കണ്ടിന്യാക്കുറും. മിനിമം ഒരു ഖത്തമെങ്കിലും പരിശുദ്ധമായിട്ടുള്ള റമദാനിൽ ഞങ്ങൾ ഓതി തീർക്കണം. ഒരു ഖത്തം ഓതനുണ്ടായെങ്കിൽ ഡെയിലി ഒരു ജുസു ഓദ്യമയാവും. ഒരു ജുസൂറോ 5 ഭാഗമായിട്ട് 5 വക്തിലായിട്ട് 4 പേജ് ഓതിയെങ്കിൽ ഒരു നാൾ 20 പേജ് ആവും. ഒരു ജുസു അവിടെ തീർത്ത് 34 ഇങ്ങനെ ഓരോരോ ജുസു ഓതി ഉണ്ടായെങ്കിൽ ഒരു ഖത്തം ഞങ്ങൾക്ക് മിനിമം ഓതി തീർക്കുക സാധ്യമാവും. ನಾನು ಸಾಂದರ್ಭಿಕವಾಗಿ ഒരു ವಿಷಯ ನೆನಪಾಕ್ರೆ ഖുർആൻ ഓതുമ്പോൾ നല്ല സമാധാനത്തിൽ ഓദ്യമയ്യാവും. കുറേ ആൾമാർ ഒരു ആവേശിക്കറും നക്ക് 10 ഖത്തം തീർക്കണോ 5 ഖത്തം തീർക്കണോ ചെന്നിട്ട് ഭയങ്കര സ്പീഡിൽ ഓതിറാറ്. അവിടെ ഹർഫറ പരിഗണിക്കില്ല, ഷദ്ദില്ല, മദ്ദില്ല, ഇദ്ഗാമില്ല, മണിക്കറതില്ല. അതെന്തും ആ നിലക്കാവാണ്ട് നല്ല നിലക്ക് ചന്തത്തിലേ ഓതുന്നു. ചുമ്മ ഓതി തീർக்கிறதுக்கല്ല മഹത്തുള്ളൂ. പിന്നെ ഓതുறது ചന്താവണം, കറക്റ്റ് ആവണം, സമാവണം. ഒരാൾ 10 ഖത്തം തീർക്കറ് ഒട്രാശി ഓതിയിട്ട് പിന്നെ ഒരാൾ 1 ഖത്തം തീർക്കറ് കറക്റ്റ് ചന്തത്തിൽ സമാധാനത്തിൽ ഓതിയിട്ട് 1 ഖത്തം തീർത്താൽ കയറ്റിക്കോ യാറെ കൂലി കിട്ടോ യാറെ പ്രതിഫലം കിട്ടോ അയാളുടെ അത് മഖ്ബൂലാവും. കാരണം അയാൾ ഓതാനായ ക്രമത്തിൽ ഓതിയറേ. അതുകൊണ്ട് നല്ല പ്രിയപ്പെട്ടോ ഉമ്മപ്പെങ്ങന്മാരെ ഖുർആൻ സമാധാനത്തിൽ ഓതുക. ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിജയിക്കർ. ആഖിറത്തിൽ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഷഫാഅത്താക്കൊണ്ടുണ്ടെല്ലാം ഹദീസിൽ വന്നത് ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. ഖുർആൻ ചൊല്ലോ റബ്ബേ ജാവ് ടൈം ഉറങ്ങാട്ട നണ്ട ഓതിര് ഇയാൾ അഥവാ ഈമ അതുകൊണ്ട് സ്വർഗത്ത് കടത്തുന്നു. ഖുർആൻ ഞങ്ങൾക്ക് സാക്ഷി നിൽക്കൊണ്ടു. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ്റെ ഓരോ ഹർഫുകു അല്ലാഹു തആല കണക്കില്ലാത്ത കൂലിതണ്ട. അതും റമദാൻ അത് ഖുർആൻ്റെ തിങ്കളായതുകൊണ്ടും പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ ഖുർആൻ ഞങ്ങൾ ഓതുക. സുബൈ ബാങ്ക് കൊടുക്കുന്നതുക്ക് മുന്നോലെ ഞങ്ങൾ ഖുർആൻ ഓതുന്നത് തുടങ്ങിയോണ്ടായെങ്കിൽ പിന്നെതാ സുബഹി ബാങ്ക് കേൾക്കണം. സുബഹി ബാങ്ക് കേട്ടോണ്ടായെങ്കിൽ ഇൻഷാ അല്ലാ അതിൽ പിന്നെ ഞങ്ങൾ കുറേ കാര്യ ശ്രദ്ധിക്കൊണ്ട് ആക്കൊണ്ടും ഇൻഷാ അല്ലാ ಅದರ ಬಗ್ಗೆ ನಾನು ನೆಕ್ಸ್ಟ್ ಕ್ಲಾಸಲ್ಲಿ ವಿವರಿಕೋ ಉದ್ದೇಶಿಸುಂಟುಲ್ಲ. അപ്പം ഞങ്ങൾ സുബൈ എഞ്ചിട്ട് ഞങ്ങൾ അത്താല തിണ്ടിട്ട് സുബൈ ബാങ്ക് തോലും എന്തിനാക്കുന്നു ചെല്ലದ್ರ ಬಗ್ಗೆ ഒരു ഹ്രസ്വമായ ഒരു രൂപ നിങ്ങളുടെ മുന്നോട്ട് ഞാൻ അവതരിപ്പിച്ചോ. അള്ളാഹു ഇതുപോലെ ചെയ്യൂ. ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.